രോഹിത്തേട്ടാ, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയുമായി ബന്ധപ്പെട്ട് ഒരു ഗുരുതരമായ ആചാര ലംഘനം നടന്നിരുന്നു. അതിനുള്ള പ്രായശ്ചിത്തം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് അതിന്റെ പുരോഗതിക്ക് അത് നടക്കുകയും ചെയ്യും. എന്നാലും ഈ ആചാരങ്ങൾ സംരക്ഷിക്കേണ്ട ആൾക്കാർ തന്നെ ഇതിന്റെ ആചാര ലംഘനം നടത്തുന്നു. ഇതൊരു ഗുരുതരമായ പ്രശ്നത്തിലേക്കല്ലേ പോകുന്നത്? മേഘയുടെ വാക്കുകളിൽ ആചാര ലംഘനം നടന്നിരുന്നു എന്ന് മേഘ അറിയാതെയെങ്കിലും നാവ് കൊണ്ടാണ് അത് പറഞ്ഞത്, അല്ലേ? മേഘ ഒരു നാക്കുവഴിയായിരുന്നുവെങ്കിൽ ഭഗവാൻ ആറന്മുളയിൽ വാഴുന്ന പാർത്ഥസാരഥി അത് മേഘയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതാണ് എന്ന് വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് നടന്നതല്ല, നടത്തിയതാണ്. ആർക്കു വേണ്ടി നടത്തി എന്നുള്ളതാണ്. നമുക്ക് ആചാരങ്ങൾ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ക്ഷേത്രത്തിലെ പൂജാരിമാർ, തന്ത്രിമാർ, ജീവനക്കാർ, ക്ഷേത്ര ഭരണസമിതി, ഭക്തജനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സർക്കാർ. ഉറപ്പായും ഒരു ക്ഷേത്ര ആചാരങ്ങൾ ആ ക്ഷേത്ര മതിൽക്കൂട്ടിനുള്ളിൽ തന്ത്രി നിശ്ചയിക്കുന്ന പ്രകാരം, അല്ലെങ്കിൽ പടിത്തരം എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം. ചിലയിടത്ത് താളിയോല കെട്ടുകളാകാം, ചിലയിടത്ത് പേപ്പർ കെട്ടുകളാകാം, ചിലയിടത്ത് ഡിജിറ്റൽ ഫോമിലായിരിക്കാം. എന്തു തന്നെ ആയാലും അതിന് പ്രകാരം ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രതിഷ്ഠ നടത്തുന്നു. ഇപ്പോൾ ക്ഷേത്രവിശ്വാസങ്ങളുടെ അടിസ്ഥാനമാണ് അവിടെ ഒരു പ്രതിഷ്ഠ നടത്തുകയാണ്. അവിടെ ഇപ്പോൾ ഒരു ഭഗവാന്റെ വിഗ്രഹം പുനഃപ്രതിഷ്ഠ നടത്തുമ്പോൾ അത് പ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് ആ ക്ഷേത്രത്തിൻ്റെ ആ തന്ത്രിയുടെ ഊർജം, ജീവപ്രതിഷ്ഠ എന്നാ പറയുക, ആ വിഗ്രഹത്തിലേക്കാണ് ആവാഹിക്കുന്നത്. അതാണ് ആ വിഗ്രഹത്തിലെ ആദ്യത്തെ ഊർജം. അതുകൊണ്ടാണ് തന്ത്രി പിതൃസ്ഥാനീയനാണെന്ന് എല്ലാവരും പറയാം. ഇത് പ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് ഈ തന്ത്രി മുഖ്യൻ മൈനറായ ഭഗവാന് കുറേ വാഗ്ദാനങ്ങൾ നൽകും. അതാണ് അവിടുത്തെ ആചാരങ്ങൾ. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ത്രിമധുരം നേദിച്ചു കൊള്ളാം, വൈകുന്നേരം പായസം, പാൽപ്പായസമെങ്കിൽ പാൽപ്പായസം, കടുംപായസമെങ്കിൽ കടുംപായസം, എള്ളുപായസമെങ്കിൽ എള്ളുപായസം നേദിച്ചു കൊള്ളാം. അങ്ങയുടെ മാസപ്പിറന്നാളിന് ഞങ്ങളിവിടെ ആഘോഷമായി കൊണ്ടാടിക്കൊള്ളാം. ഇവിടെ ശീവേലി ഉണ്ടാകും, അങ്ങേക്ക് ഇന്ന പുഷ്പങ്ങൾ അർച്ചിച്ചു കൊള്ളാം, ഇന്ന പുഷ്പങ്ങൾ അങ്ങേക്ക് അർപ്പിക്കില്ല, അങ്ങേക്ക് വർഷാവർഷം ഇന്ന നാളിൽ ഉത്സവം നടത്തിക്കൊള്ളാം, പുനഃപ്രതിഷ്ഠാ വാർഷികം നടത്തിക്കൊള്ളാം, ഇത് നടക്കുന്ന സമയത്ത് ഇന്ന ആചാരങ്ങൾ ഞങ്ങൾ പാലിച്ചു കൊള്ളാം എന്ന് ഭഗവാന് വാക്കുകൊടുത്ത് സംതൃപ്തനായിട്ടാണ് ഒരു ഭഗവാനെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത്. പുതിയ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠയെ പറ്റിയാണ് പറയുന്നത്. പുണ്യപുരാതനമായ വിശ്വാസങ്ങളുടെ ഈറ്റില്ലമായ ഒരുപാട് ക്ഷേത്ര സങ്കേതങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പലയിടത്തും പലതരത്തിലുള്ള ആചാരങ്ങളാണ്. ഇപ്പോൾ ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ മേൽമുണ്ട് ധരിക്കാൻ മേൽമുണ്ട് മാത്രം പുരുഷന്മാർ ഷർട്ട് ധരിക്കാൻ പാടില്ല, മേൽമുണ്ട് ധരിച്ചു കയറണം. അതൊരു ആചാരത്തിൻ്റെ ഭാഗമാണ്. ആ ആചാരത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അതൊരു ആചാരമാണ്. നോക്കൂ, പല ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് ജീൻസ് ധരിച്ച് കയറാൻ കഴിയില്ല, ചുരിദാർ ധരിച്ച് കയറാൻ കഴിയില്ല. അതിന് പ്രതിവിധി എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലൂടെ മുണ്ടൊക്കെ എടുത്തെടുത്ത് കയറി തൊഴുന്നവരുണ്ട്. ചിലയിടത്തങ്ങളിൽ ആചാരങ്ങൾ മാറ്റിയിട്ടുണ്ട്. ശബരിമലയിൽ 10 വയസ്സിനോ 50 വയസ്സിനോ ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഗുരുവായൂരിൽ അഹിന്ദുക്കൾക്കും അവിശ്വാസികൾക്കും പ്രവേശനമില്ല. ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ തരത്തിലുള്ള ആചാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ചിലത് മാറ്റപ്പെടേണ്ടതാണ്. സമൂഹത്തിൻ്റെ പുരോഗതിക്കനുസരിച്ച് മാറ്റപ്പെടേണ്ടതായ ചില ആചാരങ്ങൾ പലയിടങ്ങളിലും ദുരാചാരങ്ങൾ എന്ന് വിളിക്കാവുന്ന പലതും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ക്ഷേത്രത്തിലെ ചില ആചാരപരമായ വിശ്വാസങ്ങൾ അത് കൃത്യമായി പാലിക്കപ്പെടേണ്ടത്. ഇപ്പം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥിക്ക് ഏറ്റവും പ്രിയങ്കരമായത് അവിടുത്തെ വള്ളം കളിയും വള്ളസദ്യയുമാണ്. ആറന്മുള ഏറ്റവും കൂടുതൽ ഫേമസ് ആകുന്നത് പാർത്ഥസാരഥി ക്ഷേത്രവും അവിടെ നടക്കുന്ന ആറന്മുള വള്ളസദ്യയുമായി ചേർന്ന് ലോകത്ത് കിട്ടാവുന്നതിലധികം വിഭവങ്ങൾ ഒറ്റ തൂശനിലയിൽ വിളമ്പിക്കൊണ്ടാണ് ആറന്മുളയിൽ ഈ പറയപ്പെടുന്ന വള്ളസദ്യ നടക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണ്. അവിടെ ചെല്ലുമ്പോൾ പള്ളിയോട സമിതികളുണ്ട്, അതായത് ഈ പള്ളിയോടം തുഴഞ്ഞു വരുന്ന സമിതികൾ. ആ പള്ളിയോടം തുഴഞ്ഞു വന്നവർ അവിടെ പാടി ചോദിക്കുന്ന എന്ത് ഭക്ഷണ പദാർത്ഥമായാലും കൊടുക്കാൻ ആ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ പറയപ്പെടുന്ന അന്നദാനം നടത്തുന്ന അവകാശപ്പെട്ട ആളുകൾ ഉത്തരവാദികളാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അവര് വഞ്ചിപ്പാട്ട് പാടി അവസാനം ചോദിക്കും, പാർത്ഥസാരഥിക്ക് നിവേദിച്ച കരിമ്പ് കൊണ്ടുവാ എന്ന് പാടിയാൽ ആ ഇലയിൽ കരിമ്പ് വിളമ്പണം എന്നുള്ളതാണ്. പാർത്ഥസാരഥിക്ക് നിവേദിച്ച തേൻ കൊണ്ടുവാ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാൻ മധുരമുള്ള ഇളനീര് കൊണ്ടുവാ എന്ന് പാടി ചോദിച്ചാൽ അത് കൊടുക്കണം. അത് കൊടുക്കാൻ അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അത് അവിടുത്തെ ആചാരപരമായ ഒരു ആഘോഷമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി പാർത്ഥസാരഥി ക്ഷേത്രം വിടുക, ഏതൊരു ക്ഷേത്രമോ ആയിക്കൊള്ളട്ടെ, ഒരു ചെറിയ ക്ഷേത്രമോ വലിയ ക്ഷേത്രമോ ഏത് ക്ഷേത്രമോ ആയിക്കൊള്ളട്ടെ, ഹൈന്ദവാചാര പ്രകാരം അവിടെ ഒരു പൊതുവിൽ ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കുന്നു എന്ന് വെക്കാം. ഞാൻ പറയുന്നത് ഒരു വഴിപാടായി ഒരു ഭക്ഷണ പദാർത്ഥം. ഇപ്പോൾ മണ്ഡല മകരവിളക്ക് മഹോത്സവങ്ങളിൽ ചില മലയാള മാസം 1-ാം തീയതികളിലൊക്കെ ഞങ്ങളുടെയൊക്കെ അടുത്ത ക്ഷേത്രങ്ങളിൽ
ഈ കെട്ടുനിറയുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ട് കഞ്ഞിസദ്യകൾ ഉണ്ടാകും. ഉച്ചയ്ക്ക് കഞ്ഞിയും ഞങ്ങളുടെ നാട്ടിൽ അസ്ത്രം എന്ന് വിളിക്കുന്ന കൂട്ടുകറി എന്നൊക്കെ വിളിക്കാവുന്ന, എരിശ്ശേരി എന്നൊക്കെ വിളിക്കാവുന്ന നാട്ടിൽ ഉണ്ടാക്കുന്ന, നാട്ടിൽ വിളയുന്ന കാർഷിക വിഭവങ്ങളായ കപ്പ, കാച്ചിൽ, ചേമ്പ്, ചേന മുതലായ വാഴക്കായ്, അങ്ങനെ കിട്ടാവുന്ന മത്തങ്ങയൊക്കെ ഇട്ടിട്ട് അത് തേങ്ങയൊക്കെ അരച്ച് നല്ല വറുത്തരച്ച് കറി വെച്ച് കഞ്ഞിയോടൊപ്പം വിളമ്പും. ഇത് ജനങ്ങൾ വിളമ്പുന്നതിന് മുമ്പ്, പാചകക്കാരൻ ഉപ്പ് നോക്കുന്നതിന് മുമ്പ് ഇത് ഒരു പാത്രത്തിൽ വിളമ്പി ഭഗവാനെ നിവേദിക്കും. അത് ഉള്ളിൽ കൊണ്ടുപോയി നിവേദിക്കുകയല്ല, ഭഗവാൻ സങ്കല്പത്തിൽ നിവേദിക്കും. സാധാരണ ക്ഷേത്രങ്ങളിൽ നടക്കുമ്പോൾ ആചാരപ്പെരുമയുടെ പെരുമ കേട്ട, സാധാരണ ക്ഷേത്രങ്ങളിൽ നടക്കുമ്പോൾ ആചാരത്തിന് പെരുമ കേട്ട ഈ പറയപ്പെടുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പോലെയുള്ള ക്ഷേത്രങ്ങളിൽ അത് വലിയ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അവിടെ ഉണ്ടാക്കുന്ന ഭഗവാന്റെ നിവേദ്യമാണ്, ഭഗവാനാണത് നിവേദിക്കുന്നത്. അവിടുത്തെ വള്ളസദ്യ നിവേദിക്കുന്നത് ഭഗവാനാണ്. അത് ഭഗവാന് നിവേദിക്കുന്നതിന് മുമ്പ് നാട്ടിലെ ഒരു രാഷ്ട്രീയക്കാരന് വിളമ്പി എന്ന് പറയുന്നത് വലിയ ആചാരലംഘനമാണ്. അയാൾ മന്ത്രിയോ തന്ത്രിയോ എന്തോ ആയിക്കൊള്ളട്ടെ, തന്ത്രിക്ക് പോലും വിളമ്പാൻ പാടില്ല, പിന്നെയാണോ മന്ത്രിക്ക്? ക്ഷേത്രാചാര പ്രകാരം അതും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി, അത് പോട്ടെ, അത് ഞാൻ പറയുന്നില്ല. അയാൾക്ക് വിശ്വാസമില്ല. കമ്മ്യൂണിസ്റ്റുകാർക്ക് ക്ഷേത്ര വിശ്വാസമുണ്ടോ? ഇല്ല. അവരുടെ തലതൊട്ടപ്പൻ ഗുരുവായൂരിൽ പോയിട്ട് ആ വിളക്ക് കത്തിച്ചിരിക്കുന്നിടത്താണോ ഭഗവാൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച ആളാണ്. ഇവരുടെ മന്ത്രിസഭയാണ് ശബരിമലയിൽ ആചാര ലംഘനം നടത്തിയത്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിനല്ല, ആക്ടിവിസ്റ്റുകളുടെ പ്രവേശനത്തിന് കോപ്പ് കൂട്ടിയവർ ഈ മന്ത്രിസഭയിലുള്ളവരാണ്. ഇവരാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഇവിടുത്തെ വിശ്വാസങ്ങളെ തച്ചുടയ്ക്കാൻ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ്. ഓക്കെ, കാലഘട്ടത്തിൻ്റെ അനിവാര്യത എന്ന രീതിയിൽ ജനം അവരുടെ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നു. അദ്ദേഹം ദേവസ്വം ബോർഡ് മന്ത്രിയാകുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മുൻഗാമിയുമൊക്കെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിൻ്റെ എന്നല്ല ഭാരതത്തിൻ്റെ ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന, ലോകത്തേക്ക് മതേതര സംസ്കാരത്തിൻ്റെ വലിയ സന്ദേശങ്ങൾ പകർന്നു നൽകുന്ന, ആത്മീയതയിലെ ഏറ്റവും വാക്കായ തത്വമസി എന്ന വാക്ക് പേറുന്ന ആ സന്ദേശം അവിടേക്ക് ഒഴുകിയെത്തുന്ന, വ്രതം നോറ്റ് മല ചവിട്ടിയെത്തുന്ന ഭക്തജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, തലച്ചോറിലേക്ക് പകർന്നു നൽകുന്ന തത്വമസി എന്ന സന്ദേശം, നീ തേടുന്നത് ആരെയോ അത് നീ തന്നെയാകുന്നു, അതായത് ഭഗവാൻ കുടികൊള്ളുന്നത് നിന്റെ ചിത്തത്തിനുള്ളിലാണ് എന്ന സന്ദേശം പേറിക്കൊണ്ട് സർവ്വമതസ്ഥരെയും ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദേവതാ സങ്കല്പം, അവിടെ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ഭക്തർ കൊടുത്ത വഴിപാട് സ്വർണം മോട്ടിച്ചു കൊണ്ടുപോയവർ, കട്ടുകൊണ്ടുപോയവർ, അവിടെയാണ് ഇയാൾ കടന്നു ചെല്ലുമ്പോൾ ഇയാൾക്ക് മുന്നിലേക്ക് തൂശനിലയിട്ട് ഭഗവാന് സമർപ്പിക്കുന്നതിന് മുമ്പ് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ വിളമ്പിക്കൊടുക്കുക. സമൂഹ സദ്യ അല്ല അവിടെ നടക്കുന്നത്. അവിടെ നടക്കുന്ന സമൂഹ സദ്യ അല്ല. നമുക്ക് ഒരു മസ്ജിദിൽ ഒരു പെരുന്നാളിന് ബിരിയാണി വെക്കുകയാണ്. ആ മസ്ജിദിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് അത് അവരുടേതായ രീതിയിൽ കർമ്മങ്ങൾ ചെയ്തിട്ടല്ലേ പൊതുജനങ്ങൾക്ക് വിളമ്പുക. പള്ളികളിലാണെങ്കിലും അങ്ങനെ തന്നെയാകാം. അപ്പോൾ നോക്കൂ, നിങ്ങൾ തിരുവനന്തപുരത്തുകാരാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് അവിടെ നടക്കുന്ന പൊങ്കാല. കുംഭമാസത്തിലെ പൂരം നാളിൽ ആറ്റുകാലമ്മയ്ക്ക് ഭക്തജനങ്ങൾ നൽകുന്ന പൊങ്കാല, ശർക്കര കഞ്ഞി എന്നൊക്കെ ചിലർ കളിയാക്കി വിളിക്കാറുണ്ട്. എങ്കിലും അങ്ങനെയല്ല. സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാലിലേക്ക് മണ്ഡല മകരവിളക്കിന് ശേഷം ഒരു മാസങ്ങൾക്കപ്പുറം കുംഭമാസത്തിലെ പൂരം നാളിൽ ഭഗവതിക്ക് മുന്നിൽ സ്വന്തം സ്നേഹം, ഭക്തി ഒരു മൺകലത്തിൽ പായസമായി കണ്ട് നിവേദിച്ച് ഭക്തജനങ്ങൾ നിവേദിക്കുന്നു. അവിടെ നമ്മൾ കണ്ടിട്ടില്ലേ, ക്ഷേത്രത്തിൻ്റെ പ്രതിനിധികളായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ, പൂജാരിമാർ വന്ന് നിവേദ്യം അർപ്പിച്ചതിന് ശേഷമാണ് അമ്മമാർ മടങ്ങുന്നത്, അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്നത്. മന്ത്രിക്ക് വിശന്നിരിക്കുന്നെങ്കിൽ അവിടെ ഏതെങ്കിലും ആര്യാസ് ഹോട്ടലിലോ റഹ്മത്ത് ഹോട്ടലിലോ പോയി ആഹാരം കഴിക്കണം, അതാണ് വേണ്ടത്. അല്ലാതെ ഭഗവാന് നിവേദിക്കുന്നതിന് മുമ്പ് ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമായ ഈ പറയപ്പെടുന്ന ഭക്ഷണത്തിൽ കൈയിട്ട് വാരി തട്ടുകയല്ല വേണ്ടത്. പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. എന്താണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ? ഇനി പോയിന്റിലേക്ക് വരാം. എന്താണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടന്നത്? അവിടുത്തെ ഏറ്റവും മഹത്തരമായ, ഏറ്റവും വിശ്വാസത്തിൻ്റെ അങ്ങേ തലക്കിൽ നിൽക്കുന്ന ദിവസമാണ് അഷ്ടമി രോഹിണി. ഭഗവാൻ ശ്രീകൃഷ്ണൻ പാർത്ഥസാരഥിയുടെ കുടികൊള്ളുന്ന ക്ഷേത്രം. അദ്ദേഹത്തിൻ്റെ ജന്മദിനം അഷ്ടമി രോഹിണി മഹോത്സവം. അന്ന് അവിടെ ഈ പറയപ്പെടുന്ന വള്ളസദ്യ ഒരുക്കുന്നു. അവിടേക്ക് കടന്നു ചെല്ലുന്ന മന്ത്രിക്ക് മുന്നിലേക്ക്, മന്ത്രിയെ കണ്ടപ്പോൾ അവിടുത്തെ കിങ്കരന്മാർക്ക് ഭഗവാനെ മറന്നു. കമ്മ്യൂണിസ്റ്റുകാരുടെ മന്ത്രി സ്നേഹം ഉണർന്നു. ഇയാളാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അയാൾക്ക് മുന്നിലേക്ക് ഇലയിട്ട് തൂഷണയിട്ട് വിളമ്പി ഇയാൾ കൈയിട്ട് വാരി തിന്നു. ഭഗവാനെ നിവേദിക്കാൻ മറന്നു. അവിടെ ചർച്ചയായി. ആചാരലംഘനം ഉണ്ടായിരിക്കണം. തന്ത്രി പരിഹാരം കൽപ്പിച്ചു. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പരിഹാര കർമ്മങ്ങളുടെ ആദ്യഘട്ടം നാട്ടുകാരെല്ലാവരും കൂടി വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഭഗവാനെ, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളുടെ നാടിന് തെറ്റുപറ്റി. ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ. ഇനി ആ നാട്ടിൽ എന്തനിഷ്ടങ്ങൾ സംഭവിച്ചാലും ഭഗവാന്റെ പ്രീതിയില്ലായ്മയാണ് എന്ന് വരുത്തി തീരും.
ആളുകളുടെ മനസ്സിൽ എല്ലാം ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് പോകുന്നത്. അതെ. നമുക്ക് ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാനസികമായ ഒരു സങ്കടമുണ്ടെങ്കിൽ ഞാൻ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആളാണ്. കുറച്ചു നേരം അവിടെ ചെന്ന് കൈകൂപ്പി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എന്നാൽ കഴിയുന്ന ധനം ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു പൂമാലയോ ഒരു പൂജാപുഷ്പമോ അവിടെ സമർപ്പിച്ച് ഒരു 10 മിനിറ്റ് നേരം ഭഗവാനെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് കണ്ണടച്ചു നിന്നാൽ എനിക്ക് സമാധാനം കിട്ടുന്ന ആളാണ്. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്നുള്ള എൻ്റെ സമാധാനം എന്താണോ അത് തേടി പോകുന്ന ആളാണ് ഞാൻ. അങ്ങനെ പോകുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുണ്ട് ഈ നാട്ടിൽ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശ്രയ കേന്ദ്രമായ ക്ഷേത്ര സങ്കേതത്തിൽ ആചാരലംഘനം നടന്നിരിക്കുന്നു. ആർക്കു വേണ്ടി? നാട് ഭരിക്കുന്ന, ദേവസ്വം ഭരിക്കുന്ന, ആചാരങ്ങൾ സംരക്ഷിക്കേണ്ടുന്ന ഒരു മന്ത്രിക്ക് വേണ്ടി. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ആ നാട്ടിലെ ഭക്തജനങ്ങളെല്ലാം ആ ക്ഷേത്രാങ്കണത്തിലേക്ക് ഒത്തുചേർന്ന് കൈകൂപ്പി ഭഗവാനോട് വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കും, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഫെബ്രുവരി മാസം 5-ാം തീയതി അഷ്ടമിരോഹിണി ദിനത്തിൽ എന്തെല്ലാം വിഭവങ്ങൾ മന്ത്രിക്ക് വിളമ്പിയോ അതിൽ കൂടുതൽ വിഭവങ്ങൾ ഒരുക്കി ഭഗവാന് സമർപ്പിക്കും. ഇതാണ് തന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്ന പരിഹാരം. നോക്കിക്കോ, ഇടതു സൈബർ ഇടങ്ങൾ ഇനി ആ തന്ത്രിക്ക് നേരെ ബഹളവുമായി സോഷ്യൽ മീഡിയ നിറഞ്ഞാടും. ശബരിമലയിൽ ഇവർ ആക്ടിവിസ്റ്റുകളുമായി കയറിയപ്പോൾ നടയടച്ചൊരു തന്ത്രിയുണ്ട്, ഇന്ന് ജയിലിലാണ്. ഇപ്പോൾ അവർ പറയുന്നു 2.5 കോടി രൂപ നിക്ഷേപം കണ്ടെത്തി. ശബരിമലയിലെ തന്ത്രിക്ക് 2.5 കോടി രൂപ കിട്ടാൻ ഏതാണ്ട് പാടുണ്ടോ? അറിയാമേ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ശബരിമലയിലേക്ക് ചെല്ലുന്നവരെ പറ്റി. ഒരു 2 ദിവസം ശബരിമല സന്നിധാനത്ത് തന്ത്രിയുടെ റൂമിന്റെ മുന്നിലൊന്ന് നിന്നാൽ മതി, കോടിക്കണക്കിന് രൂപ ഒഴുകിയെത്തുക. ഭഗവാന്റെ പിതൃസ്ഥാനീയനായ തന്ത്രിയുടെ മുന്നിലെത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊരു പ്രസാദം വാങ്ങാൻ 500ന്റെ കെട്ടുകൾ, ഇപ്പൊ 2000ന്റെ കെട്ടില്ലാത്തതുകൊണ്ടാ, കൊടുക്കാൻ തയ്യാറായി വരുന്ന തമിഴ്നാട്ടുകാർ, ആന്ധ്രാപ്രദേശുകാർ, കർണാടകക്കാർ, സ്വാമിമാരുണ്ട്. എത്രയോ ബിസിനസ്സുകാർക്ക് ബിസിനസ് പാർട്ട്ണറാണ് അയ്യപ്പൻ, അറിയോ? അവരുടെ ഒരു വർഷത്തെ ലാഭത്തിന്റെ ഒരു വിഹിതം, അത് 10%, 20%, 50% അവർ മാറ്റിവെക്കും. അവർ ശബരിമലയിലേക്ക് വ്രതം നോക്കി എത്തുമ്പോൾ അത് ഭഗവാനെ സമർപ്പിച്ചിട്ട് പോകും. അങ്ങനെ സമർപ്പിച്ചവയിൽ നിന്നാണ് ഈ പറയപ്പെടുന്ന സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്. അപ്പോൾ തന്ത്രിക്ക് 2.5 കോടി രൂപ എന്നൊക്കെ പറയുമ്പോൾ മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിക്കാതെ, ശബരിമലയിലെ തന്ത്രിക്ക് 2.5 കോടി രൂപ കണക്കില്ലാത്ത പണം വരാൻ യാതൊരു തെറ്റുമില്ല. അങ്ങനെ വരുന്ന മതശ്രേഷ്ഠന്മാർ ഹൈന്ദവ മതത്തിൽ മാത്രമല്ല ഇസ്ലാം മതത്തിലും ക്രൈസ്തവ മതത്തിലുമുണ്ട്. കണക്ക് കാണിക്കാൻ പറ്റില്ല. ദക്ഷിണ കിട്ടിയത് എങ്ങനെ കണക്ക് കാണിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇത്തരം ബാങ്കുകൾ നിക്ഷേപിക്കും. പരാതി കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കണക്കാണ് എന്ന് പറയാൻ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. തന്ത്രി കണ്ഠരര് രാജീവരുള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഒരു കൂട്ടം ആക്ടിവിസ്റ്റുകളെ ശബരിമലയിലേക്ക് എത്തിച്ച് തിരുസന്നിധിയിൽ കൊണ്ടു നിർത്തി അവിടുത്തെ ആചാര ലംഘനത്തിന് അദ്ദേഹം കൂട്ടുനിന്നില്ല. അദ്ദേഹത്തിന് അതിഭീകരമായ പ്രഷർ ഉണ്ടായിരുന്നു നടയടയ്ക്കരുത് എന്ന്. പക്ഷെ അദ്ദേഹം നടയടച്ചു. ഭഗവത് വിഗ്രഹം കണ്ടു തൊഴാൻ ആക്ടിവിസ്റ്റുകളെ സമ്മതിച്ചില്ല. അപ്പോൾ സ്വർണ്ണക്കൊള്ളയുമായി അദ്ദേഹത്തിന് ബന്ധമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തെളിവുകൾ പുറത്തു വരട്ടെ, ഉണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ. തന്ത്രിക്ക് സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയുടെ അറസ്റ്റോട് കൂടി തെളിവുകളൊന്നുമില്ലെങ്കിൽ അദ്ദേഹത്തെ അകത്തിടില്ലല്ലോ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്ന രേഖകൾ പ്രകാരം ഭഗവാനിൽ നിന്ന് അനുജ്ഞ വാങ്ങിയിട്ടില്ല തന്ത്രി. 1ാമത്തെ കുറ്റം. ഭഗവാനോട് ആരെങ്കിലും ചോദിച്ചോ തന്ത്രി അനുജ്ഞ വാങ്ങിയോ എന്ന്? എന്താണ് അനുജ്ഞ? അവിടെ നിന്ന് ആ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകരുത് എന്ന് തന്ത്രി പറഞ്ഞില്ല. 2ാമത്തെ കുറ്റം. തന്ത്രിയുടെ ഭാഗത്ത് പാളിച്ചകളുണ്ട് പല കാര്യങ്ങളിൽ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ശബരിമലയിൽ ചാർത്തിയിരിക്കുന്ന സ്വർണ്ണം അഴിച്ചു വിറ്റിട്ട് വേണ്ട ഈ 2.5 കോടി രൂപ തന്ത്രിക്ക് ഉണ്ടാക്കാൻ എന്നാണ് ഞാൻ പറയുന്നത്. ശബരിമല തന്ത്രിയാ. ഒരുപക്ഷെ ഒരു ഗണപതി ഹോമം കഴിക്കാൻ ആ തന്ത്രി പോയാൽ ആ തന്ത്രിക്ക് കിട്ടുന്ന ദക്ഷിണ 1,01,000 രൂപയായിരിക്കും. പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഒരു സാധാരണ ക്ഷേത്രത്തിലെ തന്ത്രി ഒരു ഗണപതി ഹോമം കഴിക്കാൻ പോയാൽ, ഈ അടുത്തിടെ നമ്മുടെ ഓഫീസിൽ ഒരു ഗണപതി ഹോമം നടന്നു. ചിങ്ങമാസം 1-ാം തീയതി. ഞാനൊരു തന്ത്രിയാണ് വിളിച്ചത്. അദ്ദേഹത്തിന് അസിസ്റ്റൻ്റാണ് വന്നത്. 5,001 രൂപയാണ് ഞാൻ ദക്ഷിണ കൊടുത്തത്. അപ്പോൾ ശബരിമല തന്ത്രി വന്നൊരു ഗണപതി ഹോമം കഴിച്ചാൽ എത്ര രൂപ കിട്ടും? ഒരു ഗണപതി ഹോമം രാവിലത്തെ 2 മണിക്കൂർ. എത്ര ക്ഷേത്രങ്ങൾക്ക് തന്ത്രമുണ്ട് അദ്ദേഹത്തിന്? എത്ര ക്ഷേത്രങ്ങളിൽ തന്ത്രമുണ്ട്? അന്യനാടുകളിലടക്കം. ഇത് ശബരിമല തന്ത്രിയാണ് എന്ന് പറയുമ്പോൾ നട്ടുവളച്ച് കൊഴുമ്പിട്ട് കാല് തൊട്ട് തൊഴുന്നവർ അദ്ദേഹത്തിൻ്റെ പ്രീതിക്ക് വേണ്ടി പണം കൊടുക്കില്ലേ? അദ്ദേഹം ഭഗവാനെ പൂജ ചെയ്യുന്ന ആളാ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ച് നല്ലതൊന്നും വന്നാൽ അത് ഭഗവാനിലെത്തുന്നത് പോലെയാണ് എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ? പിന്നെ തന്ത്രിക്കെതിരെ പറഞ്ഞ പിന്നെ വാജിവാഹനം വീട്ടിൽ നിന്ന്. വാജിവാഹനം തന്ത്രിക്ക് അവകാശപ്പെട്ടതാന്നേ. ഹൈന്ദവ വിശ്വാസപ്രകാരം വാജിവാഹനമല്ല. ക്ഷേത്രത്തിൽ ലോഹനിർമ്മിതമായ എന്തും അത് മാറ്റം ചെയ്യാൻ തീരുമാനിച്ചാൽ, അത് അവിടെ നിന്ന് അഴിച്ചു മാറ്റി പുതിയത് സ്ഥാപിച്ചാൽ അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാ. കല്ലിലാണ് നിർമ്മിച്ചതെങ്കിൽ അത് ഒഴുകുന്ന ജലത്തിൽ നിമഞ്ജനം ചെയ്യണം. തടിയിലാണെങ്കിൽ തീക്ക് ഭക്ഷണമാക്കണം, അഗ്നിക്ക് ഭക്ഷണമാക്കണം. എവിടെയാ തെറ്റ്?
പ്രയാർ ഗോപാലകൃഷ്ണൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് കൊടുത്തത്. അവിടെ CPM-ന്റെ മെമ്പർ ഉണ്ടായിരുന്നു. പക്ഷെ ഹൈക്കോടതി അനുവാദം വാങ്ങിയിട്ടാണ് പ്രയാർ കൊടുത്തത്. അതായിരുന്നു ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയക്കാരൻ. വിശ്വാസമില്ല, ഭഗവാന് ശക്തിയില്ല എന്ന് പറയാൻ പറ്റുമോ? എഴുതി കൊടുത്തിരിക്കുന്ന ദേവപ്രശ്നത്തിൽ പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കാരാഗ്രഹവാസം, മാനനഷ്ടം, സാമ്പത്തിക നഷ്ടം. അന്നേ ഭഗവാൻ പറഞ്ഞു, നോക്കി കണ്ട് നീ ചെയ്യ, പണി കിട്ടും. കേട്ടില്ല, ആർത്തിമൂത്തു. ഒരിക്കൽ കട്ടു, പിന്നെയും പിന്നെയും കക്കാൻ ശ്രമിച്ചു, അവസാനവും കക്കാൻ ശ്രമിച്ചു. ഭഗവാൻ കാട്ടിക്കൊടുത്തു. കോടതിക്ക് ഇടപെടേണ്ടി വന്നു. കോടതി ഇടപെട്ടില്ലെങ്കിൽ പിണറായി സർക്കാർ ഇവന്മാരെ അകത്ത് കയറ്റുമോ? കേറ്റില്ല. ആചാരങ്ങൾ, ഹൈന്ദവ മതത്തിന്റെ ആചാരങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് ഇവർ. ഇതൊരു പറയുമ്പോഴെന്താ, ഭഗവാന് കൊടുക്കുന്നതിന് മുമ്പോട്ട് മന്ത്രിക്ക് ഭക്ഷണം കൊടുത്തു. എന്തിനാ മന്ത്രിക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? അവിടെ ആചാരമാണ് നടക്കുന്നത്, സമൂഹ സദ്യ അല്ലല്ലോ, വള്ളസദ്യയാണ്, ഭഗവാന് നിവേദിക്കുന്നതാണ്. എന്തായാലും പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തന്ത്രിയുടെ തീരുമാനം വന്നിരിക്കുന്നു. ഈ തന്ത്രിക്ക് നേരെ എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.